ഇനി നമ്മൾ നോക്കുന്നത് ഭാവിയിൽ നടക്കുന്ന കാര്യങ്ങളെ പറ്റി എങ്ങനെ ഇംഗ്ലീഷിൽ പറയാമെന്നാണ്. അപ്പൊ നിങ്ങളുടെ മിക്കവർക്കും തന്നെ അറിയായിരിക്കും ഭാവിയിൽ നടക്കാൻ പോകുന്ന ഒരു കാര്യത്തെ പറ്റി പറയാൻ നമുക്ക് വിൽ എന്നൊരു വാക്ക് ഉപയോഗിച്ചാൽ മതി അല്ലെ. പക്ഷെ നമ്മളിന്ന് നോക്കുന്നത് ഈ വിൽ ഉപയോഗിച്ച് മാത്രമേ ഭാവിയെ പറ്റി സംസാരിക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. സസ്പെൻസ് ഒന്നുമില്ല, ഞാൻ ആദ്യം തന്നെ പറയാം. ഈ വിൽ ഉപയോഗിക്കുന്നത് കൂടാതെ വേറെ രീതികളിലും നമുക്ക് ഭാവിയെ പറ്റി ഇംഗ്ലീഷിൽ പറയാൻ സാധിക്കും. ആദ്യം ഞാൻ മലയാളത്തിൽ ഒരു സെന്റൻസ് പറയാം. നമ്മുടെ വീട്ടിലെ കുട്ടിയോട് പറയാണ്, ഞാൻ നിന്റെ ടീച്ചറെ കാണും. അപ്പൊ ടീച്ചറെ കാണുക എന്നൊക്കെ ഉള്ളതിന് നമുക്ക് മീറ്റ് എന്നൊരു വാക്ക് ഉപയോഗിക്കാമല്ലോ. അപ്പൊ അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയും? ഈ വിൽ ഉപയോഗിച്ച് ഐ വിൽ മീറ്റ് യുവർ ടീച്ചർ. ശരിയല്ലേ? പക്ഷെ നമ്മൾ മലയാളത്തിലെ വേറെ വീഡിയോയിലും ഇതേ കാര്യം പറയാറില്ലേ? ഞാൻ നിന്റെ ടീച്ചറെ കാണാൻ പോവുകയാണ്, അങ്ങനെയും പറയാലോ. അപ്പൊ അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയും? ഐ എം ഗോയിങ് ടു മീറ്റ് യുവർ ടീച്ചർ അല്ലെ. ഐ എം ഗോയിങ് ടു മീറ്റ് യുവർ ടീച്ചർ. ഇത് കൂടാതെ വേറൊരു മാർഗം കൂടെ ഉണ്ട്. നമുക്ക് ഇങ്ങനെയും പറയാം, ഐ എം മീറ്റിംഗ് യുവർ ടീച്ചർ ടുമോറോ. ഞാൻ നാളെ നിന്റെ ടീച്ചറെ കാണുകയാണ്. ഐ എം മീറ്റിംഗ് യുവർ ടീച്ചർ ടുമോറോ. ഇപ്പൊ കണ്ടല്ലോ, ഭാവിയെ പറ്റി പറയാനുള്ള 3 രീതികളാണ് ഞാൻ ഇവിടെ കാണിച്ചത്. പക്ഷെ ഒരു കാര്യമുണ്ട് കേട്ടോ, ഈ 3 രീതികളും എപ്പോഴാണ് ഉപയോഗിക്കുന്നത്, എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പൊ അത് മനസ്സിലാക്കുക എന്ന് പറയുന്നത് ഒട്ടും ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, വളരെ എളുപ്പത്തിൽ നിങ്ങൾക്കത് പഠിച്ചെടുക്കാം. അപ്പൊ ആദ്യം നമുക്ക് ഈ വിൽ ഉപയോഗിച്ച് വരുന്ന സെന്റൻസസിൽ കണ്ട് തുടങ്ങാം. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് വാചകങ്ങൾ ഞാനിവിടെ കാണിക്കാം. ആദ്യത്തെ നോക്കൂട്ടോ, അവൾ നാളെ വരും. അതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയാ? ഷീ വിൽ കം ടുമോറോ അല്ലെ. ഷീ വിൽ കം ടുമോറോ. ഇനി അടുത്ത സെന്റൻസ്, അതിഥികള് ഉടനെ എത്തും. അതെങ്ങനെ പറയും? ദ ഗെസ്റ്റ് വിൽ അറൈവ് സൂൺ അല്ലെ. എത്തുക എന്നുള്ളത് അറൈവ് എന്ന് പറയാം. അപ്പൊ ദ ഗെസ്റ്റ് വിൽ അറൈവ് സൂൺ. ഇനി അടുത്ത സെന്റൻസ് ഇംഗ്ലീഷില്, ഐ വിൽ മേക്ക് ടീ. ഇതെങ്ങനെ മലയാളത്തിൽ പറയുക? വേണമെങ്കിൽ നമുക്ക് പറയാം, ഞാൻ ചായ ഉണ്ടാക്കും എന്ന്. പക്ഷെ അതിലും സ്വാഭാവികമായിട്ട് തോന്നുന്നത് ഞാൻ ചായ ഉണ്ടാക്കാം എന്നൊരു ഓഫർ ചെയ്യുന്നത് പോലെ പറയുമ്പോഴല്ലേ. അപ്പൊ വില്ലാണ് സെന്റൻസിലുള്ളതെങ്കിലും മലയാളത്തിൽ നമുക്ക് അങ്ങനെയും പറയാം. അതിപ്പോ നമ്മൾ കണ്ടിരിക്കുന്ന സെന്റൻസസ് എല്ലാം ഒന്ന് ശ്രദ്ധിക്കാമോ? ഷീ വിൽ കം, ദ ഗെസ്റ്റ് വിൽ അറൈവ്, ഐ വിൽ മേക്ക്. അപ്പൊ ഈ വിൽ എന്ന വാക്ക് കഴിഞ്ഞ് വന്നിരിക്കുന്നത് എന്താണ്? വേർബാണ് അല്ലെ. ആ വേർബിന്റെ ഫോം എന്താണ്? അതിന്റെ ബേസ് ഫോമാണ് വന്നിരിക്കുന്നത്. അതായത് അതിനോടുകൂടി എസ് ചേർന്നിട്ടില്ല, ING ചേർന്നിട്ടില്ല, പാസ്റ്റ് ഫോം ED ചേർന്നിട്ടില്ല അല്ലെ. അതിന്റെ ബേസ് ഫോമാണ് വന്നിരിക്കുന്നത്. അപ്പൊ അതിൽ നമുക്ക് വേണമെങ്കിൽ V1 എന്ന് പറയാം കേട്ടോ. അപ്പൊ ഓർക്കണം, നമ്മൾ ഭാവിയെ പറ്റി ഈ വിൽ ഉപയോഗിച്ച് പറയുമ്പോൾ എപ്പോഴും അതിനുശേഷം വരുന്നത് വേർബിന്റെ ബേസ് ഫോം ആയിരിക്കും. അപ്പൊ ഈ സെന്റൻസസിലെല്ലാം നമ്മൾ കോമൺ ആയിട്ട് പൊതുവെ കാണുന്ന വാക്ക് വിൽ ആണല്ലേ. ആ വാക്ക് കാണുമ്പോൾ നമുക്കറിയാം ഭാവിയിൽ നടക്കാൻ പോകുന്ന ഒരു കാര്യത്തെ പറ്റിയാണ് നമ്മൾ പറയുന്നതെന്ന്. അപ്പൊ ഈ വിൽ എന്ന് പറഞ്ഞ വാക്കിനും ഒരു പേരുണ്ട്. അതിനെ നമ്മൾ വിളിക്കുന്നത് മോഡൽ വേർബ് എന്നാണ്. അപ്പൊ നമുക്കറിയാം ഇംഗ്ലീഷിൽ അങ്ങനെ പലതരം മോഡൽ വേർബ്സ് ഉണ്ട്. ക്യാൻ, കുഡ് ഒക്കെ ഉണ്ട്. അതുപോലെ ഒരെണ്ണമാണ് വില്ല്. നിങ്ങൾക്കറിയായിരിക്കും, നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ കഴിയുന്നത്ര ഷോർട്ട് ഫോംസ് ഉപയോഗിക്കാൻ ശ്രമിക്കാറുണ്ട്. കാരണം അപ്പൊ ആ സംസാരം വളരെ നാച്ചുറൽ ആയിട്ട് സ്വാഭാവികമായിട്ട് തോന്നും. അപ്പൊ ഈ വിൽ ഉപയോഗിക്കുമ്പോൾ എങ്ങനെയാണ് ഷോർട്ട് ഫോംസ് വരുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പൊ നമ്മളിപ്പോ കണ്ട സെന്റൻസസ് ആണ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പൊ ആദ്യത്തെ സെന്റൻസ് നോക്കൂ, ഷീ വിൽ കം ടുമോറോ. ആ ഷീ വിൽ എന്നുള്ളത് നമുക്ക് ഷോർട്ടൻ ചെയ്ത് ഷീൽ എന്ന് പറയാം. അതെങ്ങനെ നമ്മൾ എഴുതുന്നത് നോക്കൂ. ഷീ കഴിഞ്ഞ് ഒരു അപ്പോസ്ട്രോഫി ഇട്ട് ഐ വിൽ എന്നുള്ളതിലെ ഡബിൾ L മാത്രമാണ് നമ്മളത് എഴുതുന്നത്. അതുപോലെ ഐ വിൽ കം എന്നുള്ളത് ഐ വിൽ കം എന്നാവും. പക്ഷെ അടുത്ത സെന്റൻസ് നോക്കൂ, ദ ഗെസ്റ്റ് വിൽ അറൈവ്. അവിടെ നമുക്ക് ഷോർട്ടൻ ചെയ്യാൻ പറ്റില്ല കേട്ടോ. കാരണം ഐ, ഹി, വി, ദേ, യു ഇതൊക്കെ വരുമ്പോഴാണ് നമ്മൾ ഷോർട്ടൻ ചെയ്ത് ഡബിൾ L മാത്രമായിട്ട് എഴുതുന്നത്. ഇവിടെ അത് നടക്കില്ല. ഇനി നമുക്ക് ആദ്യം കണ്ട സെന്റൻസ് ഒന്നുകൂടെ നോക്കാം. ഞാൻ നിന്റെ ടീച്ചറെ കാണും. ഇംഗ്ലീഷിൽ എന്ത് പറഞ്ഞു? ഐ വിൽ മീറ്റ് യുവർ ടീച്ചർ. ഇനി ഞാനിത് മാറ്റി ഞങ്ങൾ നിന്റെ ടീച്ചറെ കാണും എന്നാക്കാൻ പോവാം. അപ്പൊ ഇംഗ്ലീഷിൽ എന്ത് പറയും? വി വിൽ മീറ്റ് യുവർ ടീച്ചർ അല്ലെ. അപ്പൊ കണ്ടല്ലോ, ഐ വിൽ മീറ്റ് യുവർ ടീച്ചർ, വി വിൽ മീറ്റ് യുവർ ടീച്ചർ. ഇനി ഇങ്ങനെ ആയാലോ, അയാൾ നിന്റെ ടീച്ചറെ കാണും. എന്ത് പറയും? ഹി വിൽ മീറ്റ് യുവർ ടീച്ചർ. അപ്പൊ നിങ്ങൾ കാര്യം ശ്രദ്ധിച്ചോ, ഐ ആണെങ്കിലും വി ആണെങ്കിലും ഹി ആണെങ്കിലും എല്ലാം അതിനുശേഷം വന്നത് ഒരേ കാര്യം തന്നെയാണ്. ഐ വിൽ മീറ്റ്
we will meet, he will meet. അപ്പൊ അതിനർത്ഥം ആ സെന്റൻസിലെ സബ്ജക്ട്, അതായത് ഈ സെന്റൻസിൽ നമ്മൾ ആരെ പറ്റിയാണോ പറയുന്നത് അത് ഒരാളാണെങ്കിലും ഒന്നിലധികം പേരാണെങ്കിലും അതിനുശേഷം വന്നത് will meet തന്നെയാണ്. അവിടെ അതിന് വ്യത്യാസം ഒന്നും വരുന്നില്ല.